കണ്ണൂർ തലശ്ശേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബസ്സുകൾ തടയുന്നു. ഇന്നലെ സമരത്തിന്റെ ഭാഗമായി ഓടാതിരുന്ന ബസ്സുകളുടെ സർവീസുകളാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ തടയുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ സ്ഥലത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുന്നു. അരുൺ, വിവരങ്ങൾ. SKN കഴിഞ്ഞ 3 ദിവസമായി തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. അതിന് കാരണം ഈ പെരിങ്ങത്തൂരിൽ വെച്ച് ഒരു ബസ് കണ്ടക്ടറെ ഗുണ്ടാ സംഘം, അതായത് അക്രമി സംഘം ആക്രമിച്ചിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രതികളെ പിടികൂടിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ബസ് തൊഴിലാളികളും ഉടമകളെല്ലാം സമരത്തിലേക്ക് പോയത്. പണിമുടക്കിയുള്ള സമരം കഴിഞ്ഞ 3 ദിവസമായി ഉണ്ടായിരുന്നു. പക്ഷേ മിനിഞ്ഞാന്ന് തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുകയും ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇന്നലെയും തൊഴിലാളികൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇത്തരത്തിൽ ഈ തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിലും മറ്റ് ചില റൂട്ടുകളിലും ഈ ബസ്സുകൾ പണിമുടക്കുന്ന സാഹചര്യമുണ്ടായി. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചാണ് അത്തരം ഒരു പ്രതിഷേധമുണ്ടായത് എന്നതാണ് പറയുന്നത്. ഇപ്പോൾ DYFI ജില്ലാ പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള കാരണം? ഈ സമരം അന്യായമായ നിലയിലാണ് നടത്തിയിട്ടുള്ളത്. ഒരു തൊഴിലാളിക്ക് അടികിട്ടി, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി ഒരു പണിമുടക്ക് ഒരു ദിവസം നടന്നു. പോലീസ് അറസ്റ്റ് ചെയ്തു, 2 പേരെ അറസ്റ്റ് ചെയ്തു. പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു നാഥനില്ലാത്ത നിലയിൽ ഒരു സംഘടനയോ ആഹ്വാനം ചെയ്ത വാട്സപ്പിൽ 1-2 ആൾ അഭിപ്രായം പറഞ്ഞ് സമരം നടത്തുകയാണ്. ജനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇന്നലെയും മെഞ്ഞാന്നും ഇവിടെയുള്ള തലശ്ശേരിയിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ പോകേണ്ട ആളുകൾ അഭിമുഖിച്ചത്. ചില ബസ് തൊഴിലാളികൾക്ക് തോന്നിയതുപോലെയാണ് ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങളുടെ ബുദ്ധിമുട്ട്, അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും. പോലീസുമായി ചർച്ച നടത്തി ധാരണയായിട്ട് വീണ്ടും അതാണ് പ്രശ്നം. അതായത് കഴിഞ്ഞ ദിവസം അല്ല, അതിൻ്റെ തൊട്ടടുത്ത ദിവസം പോലീസുമായി ധാരണയുണ്ടായി. ഈ പ്രശ്നം അവിടെ ഒത്തുതീർപ്പായതാണ്. ഒത്തുതീർപ്പായതിനു ശേഷം വീണ്ടും ചില തൊഴിലാളികൾ, അതിന് ഒരു നാഥനില്ല, വാട്സപ്പിൽ സമരാഹ്വാനം ചെയ്യുന്നു. പിന്നീട് കുറേ ആളുകൾ സമരത്തിൻ്റെ ഭാഗമാവുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ ഇന്നലെ അഭിമുഖീകരിച്ചത്. ഇനി ഒരിക്കലും ഇങ്ങനെ അന്യായമായ നിലയിലുള്ള മിന്നൽ പണിമുടക്കോ മറ്റ് പണിമുടക്കോ ഉണ്ടാവരുത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് DYFI ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. തലശ്ശേരി DYFI പ്രവർത്തകർ ബസ്സുകൾ തടയുന്നു. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറയുകയായിരുന്നു നേതാവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.